പാടത്തും കുളങ്ങളിലുമെല്ലാം കണ്ടിട്ടുള്ള താമരപ്പൂ കൃഷി വീട്ടുമുറ്റത്ത് നടത്തി വിജയിച്ച ഒരു വീട്ടമ്മയുണ്ട് അങ്ങ് ഇടുക്കിയിൽ. ഒന്നും രണ്ടുമല്ല കേട്ടോ, 35 ഇനം താമരയാണ് ഈ വീട്ടമ്മ നട്ട് പരിപാലിക്കുന്നത്. ഇവിടെ വിരിഞ്ഞ സഹസ്രദള പത്മമാണ് പ്രധാന ആകർഷണം. ആയിരം ഇതളുള്ള താമരപ്പൂവ് അഥവാ സഹസ്രദള പത്മം. കുമളി പത്തുമുറി സ്വദേശി രാധിക ശിവൻകുട്ടിയുടെ വീട്ടിലെ പ്രധാന കാഴ്ചയാണിത്. ഓൺലൈൻ വഴി വെസ്റ്റ് ബംഗാളിൽ നിന്ന് എത്തിച്ച വിത്താണ് പൂവിട്ടത്. ദേവീദേവന്മാരുടെ ഇരിപ്പിടമായി പുരാണങ്ങളിൽ വിശേഷിപ്പിക്കുന്ന ഈ താമര കേരളത്തിന്റെ കാലാവസ്ഥയിൽ അപൂർവമായി പൂവിടാറുള്ളൂ. 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു തമാശയ്ക്ക് ആരംഭിച്ചതാണ് താമര കൃഷി. ഇപ്പോൾ 35-ലധികം ഇനങ്ങൾ രാധികയുടെ പക്കലുണ്ട്. സഹസ്രദളം 1000 ഇതിലുള്ളത്, 1000 അതിൽ കൂടുതലും കാണും. എൻ്റെതിപ്പം റിപ്പോർട്ട് ചെയ്തിട്ട് 1 മാസം കൊണ്ടുണ്ടായത്. ഇച്ചിരി വലിപ്പം കുറവുണ്ട്. ആ താമര വേറെ ഒരു താമരയ്ക്ക് അത്ര ഇതിലുള്ളതില്ല. ഒരു മാസം കൊണ്ട് താമര പൂവിടും. ഹൈറേഞ്ചിൽ ഇത് പരിപാലിച്ചെടുക്കുക അത്ര എളുപ്പമല്ല. കൃഷി ആരംഭിച്ചതോടെ ആവശ്യക്കാരും ഏറെയായി. നല്ല വെയിലുള്ളിടത്തോട്ടും തണലില്ലാതെ വെയിലുള്ളിടത്ത് വേണം ഇത് വെക്കാനായിട്ട്. ചൂട് ഏറ്റവും മെയിന്. പിന്നെ പാത്രത്തിൽ വെക്കുമ്പോൾ ചാണകപ്പൊടി, എല്ലുപൊടി ഇട്ടാണ്, മണ്ണും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കോട്ടിംഗ് മിക്സ് ഉണ്ടാക്കിയാണ് ഇത് കിഴങ്ങ് കുഴിച്ച് വെക്കുന്നത്. പരീക്ഷണം വിജയം കണ്ടതോടെ താമര കൃഷി വിപുലീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ വീട്ടമ്മ. മീഡിയ 1 ഇടുക്കി.